ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണിത്. അപ്പോൾ ചിക്കനും മീനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അതില്ലാത്ത സമയങ്ങളിൽ അതിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ കഴിയും. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഞാനിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. അധികം വലിയതും അധികം ചെറിയതുമായിട്ടുള്ള കഷ്ണങ്ങളാക്കി എടുക്കരുത്. അധികം വലുതായാൽ ഇതിൻ്റെ ഉൾഭാഗം വേവാത്തതുപോലെ ഉണ്ടാവും. വളരെ ചെറുതായാൽ ഇത് വേഗം തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ നിങ്ങളിത് മുറിച്ചെടുക്കണം. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു വലിയ സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. കാരണം ഇതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് എരിവായി പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം എരിവ് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ നമുക്കിതിന് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആവശ്യമുണ്ട്. അത് ഞാൻ ചേർക്കുന്ന സമയം പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ മുറിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചധികം ഉപ്പ് ചേർക്കണം. എന്നാലേ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് അത് പിടിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് വർഗ്ഗമൊക്കെ ആകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് വെന്ത് വരണം. ഉടഞ്ഞു പോകുന്ന രീതിയിൽ വെന്ത് വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാതെയാവും. ഒരു സ്പൂണ് വെച്ചിട്ട് അത് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെന്തു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു പരുവത്തിൽ 2-3 മിനിറ്റ് വേവിച്ചാലിന് അത് വെന്ത് വരും. അപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കൊരു പാത്രം വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ സമയം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിരിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൽ വെള്ളമൊക്കെ ഊറ്റി കളയണം. അപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മൈദ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഞാൻ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം ഇനി ഉപ്പ് ചേർക്കണ്ട. ഇനി നമുക്ക് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഊറി വന്നതാണല്ലോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ കഷ്ണങ്ങളിലേക്കും ഈ കോൺഫ്ലോറും മൈദയൊക്കെ ആവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് എണ്ണ ചൂടായി വന്നാൽ ഉരുളക്കിഴങ്ങ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്ത് വന്നതുകൊണ്ട് തന്നെ കുറേ സമയം എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറം ഭാഗമൊക്കെ ചുരുങ്ങി വരുന്നത് പോലെ തോന്നും. അപ്പോൾ ആ സമയം വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആയാലും നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഈ പൊരിച്ചു വെച്ച എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി നല്ല ചൂടുള്ള എണ്ണയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സാദാ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് രണ്ടും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഫ്രൈ ആയി വന്നാൽ നമുക്ക് നേരത്തെ മുറിച്ച സവാള കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവാള ആണെങ്കിൽ തന്നെ നല്ലവണ്ണം ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ സവാളയും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എരിവിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇതൊരിക്കലും അധികം ആവരുത്. ഗരം മസാലപ്പൊടി അധികം ചേർത്താൽ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമേ ചേർക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടും എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.